എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി പെൻഷൻ നൽകുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകാർക്കും ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഓഗസ്റ്റ് 23 ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ധനകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് നിലവിലിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഓഗസ്റ്റ് 23 ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും സെപ്റ്റംബർ 2 തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം പൂർത്തീകരിക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പ്രത്യേകം പറയുകയും ചെയ്തിരിക്കുന്നു. 62 ലക്ഷത്തോളം പേർക്ക് 3200 രൂപ വീതം നൽകുന്നതിനായിട്ട് 1679 കോടി രൂപയും അനുവദിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന് പുറമെ നൽകുവാനുണ്ടായിരുന്ന കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡുവും കൂടെ ചേർത്ത് 3200 രൂപയുടെ വിതരണം, അതിനാൽ 1600 രൂപ 2 പ്രാവശ്യമായിട്ടായിരിക്കും അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത്. ഒരു 1600 രൂപ ക്രെഡിറ്റായി ഏതാനും മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ശേഷമായിരിക്കും അടുത്ത 1600 രൂപ എത്തിച്ചേരുന്നത്. കുറച്ച് പേർക്കൊക്കെ ഒരു 1600 കിട്ടിയ ശേഷം അടുത്ത ദിവസമൊക്കെ ആയിരിക്കും അടുത്ത 1600 ലഭിക്കുന്നത്. എങ്കിലും മഹാഭൂരിപക്ഷം പേർക്കും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 2 തവണയായിട്ട് മൊത്തം 3200 രൂപ ലഭിക്കുന്നതാണ്. അതേസമയം സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നവർക്ക് ഒറ്റ തവണയായി തന്നെ 3200 രൂപ കൈകളിലേക്ക് എത്തുന്നതാണ്. 27 ലക്ഷത്തിനോടടുത്ത് ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നത്. ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കും എത്തിച്ചേരുന്നു. ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സഹായത്തിന്റെ വിഹിതമായിട്ടുള്ള 200, 300, 500 എന്നിങ്ങനെയുള്ളവർക്ക് ആ തുക 2 മാസത്തെ വിതരണം ചെയ്യുന്നതിനായിട്ട് 48 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ PFMF സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. 2 മാസത്തെ തുകയായിരിക്കുമ്പോൾ 400, 600, 1000 എന്നിങ്ങനെയായിരിക്കും കേന്ദ്ര വിഹിതം എത്തുന്നത്. കഴിഞ്ഞ മാസം കേന്ദ്ര വിഹിത തുകയാണ് ആദ്യം അക്കൗണ്ടുകളിൽ എത്തിയത്. അതിനുശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നത്. ഇന്ന് ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലോ കൈകളിലേക്കോ പെൻഷൻ തുക ലഭിച്ചവരുണ്ട് എങ്കിൽ അക്കാര്യങ്ങൾ കൂടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് 4ാം ശനി ആയതിനാൽ തന്നെ ബാങ്ക് അവധിയാണ് എങ്കിലും മുൻപൊരിക്കൽ അവധിയുള്ള ശനിയും തുക എത്തിച്ചേർന്നതാണ്. നേരത്തെ സെറ്റ് ചെയ്തു വച്ച ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിന് അവധി തടസ്സമൊന്നുമല്ല. ഇന്ന് വൈകിട്ടായിട്ടും തുക ലഭിക്കാത്തവർക്ക് പിന്നീട് തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുന്നത്. 2ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാൻ ഉള്ളതിനാൽ അടുത്ത ആഴ്ച തുടക്കം മുതൽക്കേ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കുമുള്ള പെൻഷൻ വിതരണം വളരെ സജീവമായിരിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 1.5 വർഷമായിട്ട് എല്ലാ മാസവും പെൻഷൻ വിതരണം മുടങ്ങാതെ നടന്നു വരികയാണ്. ഓണത്തിന് ഒരു കുടിശ്ശികയും ചേർത്ത് വിതരണം ആരംഭിച്ചതോടുകൂടി ഇനി കേവലം ഒരു ഗഡു മാത്രമാണ് കുടിശ്ശികയായിട്ട് അവശേഷിക്കുന്നത്. അത് മിക്കവാറും പഞ്ചായത്ത് ഇലക്ഷന് മുൻപായിട്ട് തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് അറിയിപ്പുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ക്ഷേമ പെൻഷന്റെ വിതരണം കൃത്യമായിട്ട് നടക്കുമ്പോൾ അത് തടസ്സമില്ലാതെ ലഭിക്കുവാൻ സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളും പൂർത്തീകരിക്കേണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2025 വർഷത്തെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക എന്നതാണ്. ഓഗസ്റ്റ് 24 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഇനിയും പൂർത്തീകരിക്കാൻ ഉള്ളവരുണ്ട് എങ്കിൽ ഉടനെ തന്നെ ആധാർ കോപ്പിയുമായിട്ട് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിങ്ങിന് വേണ്ടി തീയതി നീട്ടുകയാണെങ്കിൽ അക്കാര്യങ്ങളോടെ കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ ഒരു വിവരം ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.